സൂപ്പർമാൻ്റെ ഈ ഒരു ഹ്യൂജ് സക്സസിന് ശേഷം ജെയിംസ് ഗൺ ആദ്യം അനൗൺസ് ചെയ്തത് ജസ്റ്റിസ് ലീഗാണ്. അതായത് നിയർ ഫ്യൂച്ചറിൽ തന്നെ നമുക്ക് സൂപ്പർമാനും ബാറ്റ്മാനും വണ്ടർ വുമണും ഫ്ലാഷും അക്വമാനും ഒക്കെ ഉള്ള ജസ്റ്റിസ് ലീഗ് ആണ്, അത് കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത്. എല്ലാ ക്യാരക്ടേഴ്സും പുതിയ ആക്ടേഴ്സ് ആയിരിക്കും ചെയ്യുന്നത്. ഡേവിഡ് കോൺസെപ്റ്റ് മാത്രം സൂപ്പർമാനായിട്ടുള്ളത് മൾട്ടിപ്പിൾ മൂവീസിലുള്ള കോൺട്രാക്റ്റാണ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഒരേ യൂണിവേഴ്സിൽ 2 ബാറ്റ്മാനോ എന്നുള്ളത്. അതായത് ഇപ്പം ഓൾറെഡി റോബർട്ട് പാറ്റിൻസന്റെ ബാറ്റ്മാൻ ഉണ്ട്. അപ്പം പുതിയ ഡി സിയെ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഡി സി മെയിൻ ടൈം ലൈൻ, അതായത് സൂപ്പർമാൻ സൂപ്പർ ഗേൾ ഒക്കെ വരുന്ന ആ ഒരു ടൈം ലൈൻ, പിന്നെ ഡി സി എൽസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടൈം ലൈൻ, അതായത് റോബർട്ട് പാറ്റിൻസന്റെ ബാറ്റ്മാൻ. അങ്ങനെ കുറച്ച് ഇപ്പം ഈ വരാൻ പഴയ വണ്ടർ വുമൺ ഉണ്ടല്ലോ, ആ സിനിമയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം ലൈനിലായിരിക്കും വരുന്നത്. അപ്പം 2 ടൈം ലൈൻ, രണ്ടും 2 രീതിയിലായിരിക്കും പോകുന്നത്, ഡിഫറെൻറ്റ് വേസിലായിരിക്കും പോകുന്നത്. മെയിൻ ടൈം ലൈനിലുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആക്ടേഴ്സ് അത് ആ ഒരു പുതിയൊരു ടൈം ലൈനായിട്ട് പോകുന്നു, അതായത് ഇന്റർ കണക്റ്റ് ആയിട്ട് പോകുന്നു, മറ്റേത് മറ്റേ വഴിക്ക് പോകുന്നു എന്നുള്ള രീതിയിലാണ്. എന്തായാലും ഈ ഒരു സൂപ്പർമാൻ ആണ് ഇപ്പം ഉള്ളതിൽ ഏറ്റവും റേറ്റിംഗ് ഉള്ള ഡി സി മൂവി എന്ന് പറഞ്ഞാൽ. ഇത്രയും കാലം അത് റോബർട്ട് പാറ്റിൻസന്റെ ആ ഒരു മാറ്റ് റീവ്സ് ബാറ്റ്മാൻ ആയിരുന്നു. ഇപ്പോൾ എന്തായാലും ഇത് സൂപ്പർമാൻ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സൂപ്പർമാൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റിനെ 20% ഫസ്റ്റ് ഡേ കളക്ഷനിൽ അവർ പിടിച്ചിട്ടുണ്ട്. ഇതൊരു ഭയങ്കര സക്സസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്തായാലും കുറേ അധികം DC അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട്. നമുക്കത് ഓരോന്നോരോന്ന് ഓരോ വീഡിയോ ആയിട്ട് പറയുന്നതായിരിക്കും നല്ലത്.